സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പാറകെട്ടിലെ പള്ളിയിൽ ഒലത്തർക്ക റേഞ്ചിൻ്റെ ഉസ്താദുമാരുടെ ഒരു യോഗം ഞങ്ങളെ മദ്രസയിൽ നടക്കുകയാണ്. അപ്പോൾ ഉസ്താദുമാർക്കുള്ള ഭക്ഷണം ഇന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു കറി, ബീഫ് ചാറ്, നല്ല തേങ്ങ വറുത്തരച്ച് ചാറ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം. പുതിയ ആളാണ് വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാ, ചട്ടി വെച്ച് തീ കത്തിച്ചിട്ട് അങ്ങനെ ചട്ടി വെച്ചിന് ചട്ടി റെഡി. ഇതിലേക്ക് നമുക്ക് ഇറച്ചിടാം. ഇതിലേക്ക് കയറ്റി വെച്ച ഇറച്ചി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്കിടാനുള്ള പച്ച മസാല, അരച്ച് വെച്ചതുള്ള പച്ച മസാല, പിന്നെ കുറച്ച് വലിയ ജീരകം, പിന്നെ അതിന് ചേർക്കാനുള്ളത് ഉള്ളിയും തക്കാളി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തത് നമുക്ക് മൂടിയിട്ട് വെക്കാം. നന്നായി തിളക്കാൻ വേണ്ടിയിട്ട് മൂടിയിട്ട് വെക്കാം. തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്ന് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. മഞ്ഞപ്പൊടി, അപ്പോൾ നമുക്ക് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല വേവാൻ വേണ്ടി ഇത് വെക്കാം. മൂടി തന്നെ വെക്കാം. يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد أشرقت نفسي തുറന്നു നോക്കാം. വേവെല്ലാം എത്തിയാണല്ലോ. വേവ് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, അല്ലെങ്കിലേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. മീറ്റ്, നല്ല മീറ്റ് മസാല, നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്താക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, മല്ലിപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ബീഫ് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് മല്ലിപ്പൊടി ഇട്ട് നല്ല മിക്സാണല്ലോ മൊത്തത്തിൽ മസാല. അപ്പോൾ നമ്മളെ കറീൻ്റെ ബീഫ് വെന്ത് അതിലേക്ക് മീറ്റ് മസാല ഇട്ട് മല്ലിപ്പൊടി ഇട്ട് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ കറിക്ക് തേങ്ങ, വറുത്തരച്ച തേങ്ങ അരക്കണം, പിന്നെ പച്ച തേങ്ങ അരച്ചത്, ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോഴേക്ക് നമ്മളെ കറി ഏകദേശം ലെവലാവും. ഇപ്പോൾ സമയം ഏകദേശം 8:30 മണി കഴിഞ്ഞ്, കറക്റ്റ് ബെല്ലടിച്ച് 8:30 മണി കഴിഞ്ഞ് 9 മണി 9:30 മണിയാകുമ്പോൾ ആണ് ഉസ്താദുമാർക്ക് ഭക്ഷണം റെഡിയാക്കണം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയമാകുമ്പോൾ എല്ലാം റെഡിയാവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അതും കൂടി നമുക്ക് ചെയ്യാം. വറുത്തരച്ച തേങ്ങാവും പച്ച തേങ്ങാവും അരച്ചിട്ട് നല്ല മിക്സ് ആക്കിയത് നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഒന്ന് മല്ലിച്ചപ്പ്, ലാസ്റ്റ് ഒന്ന് മല്ലിച്ചപ്പ് ഒന്നും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏകദേശം എല്ലാം റെഡിയായി. ഇനി ഒരു സാധനം കൂടി നമുക്ക് ബാക്കിയുണ്ട് ഇതിലേക്ക് ലാസ്റ്റ് ഒന്ന് ചേർക്കാൻ. നല്ല നെയ്യ്, 6 kg നെയ്യ് നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് കസ്തൂരി മേത്തി ഇട്ടിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പോഴേക്ക് നമ്മളെ കറി ഏകദേശം എല്ലാം റെഡി. ഓക്കെ, അതും കൂടി ചെയ്യാം. നെയ്യ് നല്ല പാങ്ങനെ ചൂടായിട്ട് വരണം. അപ്പോഴേക്ക് നമുക്കിതിലേക്ക് കസ്തൂരി മേത്തി ചേർക്കാനുള്ള നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കസ്തൂരി മേത്തി ചേർക്കാം.
അയ്യോ ഇനി നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് നമ്മളെ കറിയിലേക്ക് ചേർക്കാനുള്ള കംപ്ലീറ്റ് റെഡി. ഓക്കെ, അപ്പോൾ സമയം ഏകദേശം 9:30 മണിയാവായിട്ടുണ്ട്. ഇനി ഉസ്താദുമാരെ ക്ലാസ് കഴിയാനായി. ഇനി ഭക്ഷണം വിളമ്പുന്ന സമയം. ഓക്കെ, وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد أشرقت نفسي. ഒരാളുടെ വയറ് നിറയ്ക്കുന്നതിന് പകരം മനസ്സ് നിറയ്ക്കുക എന്ന് പറയില്ല, അതാണ് ഇന്നിവിടെ കണ്ടത്. നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മമാരോട് നമ്മൾ ഒരു പൂവാണ് ചോദിച്ചത്, പക്ഷെ അവർ നമുക്ക് സമ്മാനിച്ചത് ഒരു പൂന്തോട്ടാണ്. അപ്പങ്ങളിൽ പലതരം അപ്പങ്ങൾ, പിന്നെ പുഡിങ്, കസ്റ്റഡ്, പായസം, പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് പലതരം വിഭവങ്ങളാണ് ഇന്ന് ഇവിടേക്ക് എത്തിച്ചത്. അപ്പോൾ ഒരാളുടെ വയറ് നിറയ്ക്കുന്നതിന് പകരം മനസ്സ് നിറയ്ക്കുക എന്നില്ലേ, അതാണ് ഇന്നിവിടെ കണ്ടത്. നമ്മൾ ഉസ്താദ്മാർക്ക്, പ്രിയപ്പെട്ട ഉസ്താദ്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉമ്മമാർ പലതരം വിഭവങ്ങൾ ഇന്ന് നമുക്ക് എത്തിച്ചത്. നിങ്ങൾ സ്കൂളിലേക്ക് പോയി തരാം ഇല്ലേ? എന്ത് പരിപാടി? അപ്പോൾ നിങ്ങൾ ലീവ് ആക്കിയതാ സാറാ? والدجى حولي سواد في سواد يا رؤوفا يا رحيما يا حليما يا كريما ما لفضلك من نفادي يا سميعا يا مجيبا يا عظيما اهدني يا خالق السبع الشداد أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي. നമ്മളെ ഭക്ഷണം കാര്യമെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? മാഷാ അല്ലാഹ്, നല്ല സ്വീകരണവും നല്ല ഭക്ഷണവും ഒന്നും പറയാനില്ല. എല്ലാം കൊണ്ട് നല്ല ഫ്രൂട്ട്സ് ആണെങ്കിലും നിങ്ങളുടെ സ്വീകരണമാണെങ്കിലും ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ചതും ഇവിടെ തന്നെ വരുമ്പോഴുള്ള ചായയും കടിയും ഇപ്പോൾ ഭക്ഷണവും അതുപോലെ ഫ്രൂട്ട്സും അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തന്ന പായസവും ഇതെല്ലാം വളരെ നല്ല സ്വീകരണമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നീട് പ്രവർത്തിച്ചവർക്കും കഷ്ടപ്പെട്ടവർക്കും സഹായിച്ചവരോ സഹകരിച്ചവരും അള്ളാഹു തആല ഇരുവീട്ടിലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ജമിയത്തുൽ അലിമിൻ്റെ എല്ലാ അഭിനന്ദനവും അറിയിക്കുന്നു. എല്ലാവർക്കും നീ മൗഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ. എല്ലാവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ. ഇന്നത്തെ അവസാനം റേഞ്ച് പ്രസിഡന്റ് പൂക്കോയ തങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി ഈ പരിപാടിക്ക് വിരാമം കുറിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോക്ക് താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.